ആത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുത്തവരും ഈ നിമിഷങ്ങളിൽ വളരെ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ഈ നിമിഷങ്ങളിലൊന്ന് പ്രാർത്ഥിച്ച് ആ ശരീരത്തിലുടനീളം ദൈവത്തിൻ്റെ അത്ഭുത ശക്തി വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് ഈ നിമിഷങ്ങൾ പ്രാർത്ഥിക്കുക. ദൂരങ്ങളിലുള്ള ഓൺലൈൻ പങ്കെടുക്കുന്നവർക്കൊക്കെ വേണ്ടി ഇവിടെ ഈ അൾത്താരയുടെ മുമ്പിൽ ഇതാ അതിശക്തമായ പ്രാർത്ഥനകൾ നടക്കുകയാണ്. നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ നന്നായിട്ട് പ്രാർത്ഥിച്ച് പ്രത്യേകമായിട്ട് ഈ ശരീരത്തെ പരിപൂർണമായി ഈശോയ്ക്ക് കൊടുത്ത് പ്രാർത്ഥിച്ച് ശിരസ് മുതൽ ഉള്ളങ്കാൽ വരെ പലവിധ രോഗപീഠകളിൽ അനുഭവിക്കുന്നവരുണ്ടല്ലോ. നിന്റെ രോഗം എന്താണോ ആ രോഗപീഠയെ പ്രത്യേകിച്ച് ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ആ രോഗപീഠയുടെ നടുവിൽ ഈശോ ഇതാ ശക്തിയും ബലവും നൽകി നിന്നെ അനുഗ്രഹിക്കുന്ന സമയമാണ്. നീ വിശ്വസിച്ചോണം, ഈശോ എന്നിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. നീ എന്ത് ചോദിച്ചാലും കർത്താവ് നിനക്ക് വേണ്ടി ചെയ്തു തരുന്ന സമയം. വിശ്വസിച്ചോണം. നമ്മുടെ ആരുടെയും കഴിവല്ല, മറിച്ച് സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യം, അത്ഭുതകരമായ ശക്തി ഇതാ നിന്റെ ശരീരത്തിൽ നിറയുന്നു. രണ്ട് കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശുവേ 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 എന്നിങ്ങനെ യേശുവിൻ്റെ നാമം അതിങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ പറഞ്ഞ് 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 പ്രാർത്ഥിച്ചോണം. യേശുവേ ഇതാ എൻ്റെ ശിരസ് മുതൽ ഉള്ളങ്കാല് വരെ ശിരസ് സംബന്ധമായ രോഗപീഠകളുള്ളവർ പ്രാർത്ഥിച്ചോളൂ. തലവേദന, മൈഗ്രെയിൻ രോഗപീഠകൾ, തലയ്ക്ക് വേദന, തലയ്ക്ക് ഭാരം, ഏതെങ്കിലും വീഴ്ചയുടെ ഫലമായിട്ടുണ്ടായിട്ടുള്ള ചതവ് വേദന, മെമ്മറി ലോസ്, മറവി സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഹെയർ ഫോൾ, തലമുടി കൊഴിയുന്ന അലർജി രോഗങ്ങളുള്ളവരൊക്കെ ഉണ്ടല്ലോ, പ്രത്യേക രോഗപീഠകൾ സമർപ്പിച്ചോളൂ. നിന്റെ കണ്ണ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കണ്ണിൻ്റെ കാഴ്ചശക്തി സംബന്ധമായ രോഗങ്ങൾ, കണ്ണിൽ നിന്ന് വെള്ളം വരുന്ന അവസ്ഥ, കണ്ണിൽ ചൊറിച്ചിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഈശോയെ എൻ്റെ ഈ കണ്ണിനെ അനുഗ്രഹിക്കണേ. മൂക്ക്, നാസാരന്ധ്രം സമർപ്പിക്കുക. ശ്വാസം മുട്ട്, വിട്ടുമാറാത്ത ജലദോഷം, മൂക്കടപ്പ് കർത്താവെ സമർപ്പിക്കുന്നു. മൂക്കിൽ ദശ വളരുന്ന രോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ചുണ്ട്, പല്ല്, നാവ് സമർപ്പിക്കുക. മൗത്ത് അൾസർ, അലർജി രോഗങ്ങളുള്ളവരുണ്ടാകും. മോണ പഴുപ്പ്, പല്ല് വേദന നിസാരപ്പെട്ടതല്ല, വലിയ വേദന അനുഭവിക്കുന്നവരുണ്ടല്ലോ, പ്രാർത്ഥിച്ച് ചെവിയുടെ വേദന, ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്ന അവസ്ഥ, ചെവിക്ക് ചുറ്റും ഇങ്ങനെ മൂളിച്ച പോലെ എന്തോ ഒരു ശബ്ദമുള്ള അവസ്ഥ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈശോയെ അത്ഭുതകരമായ നിന്റെ സൗഖ്യത്തിൻ്റെ ശക്തി എൻ്റെ ഈ ചെവിയിലേക്ക് വെളിപ്പെടട്ടെ. ഈശോയെ ഈ ശുശ്രൂഷ സമയത്ത് തന്നെ എന്നെ തൊട്ട് അനുഗ്രഹിക്കണമേ. ഇപ്പോൾ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവെ എൻ്റെ ഈ ചെവിയിലേക്ക് അത്ഭുത ശക്തി വെളിപ്പെടട്ടെ. വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കട്ടെ. കഴുത്ത് സംബന്ധമായ വേദന, സ്വര സംബന്ധമായ വേദന, ത്രോട്ട് ഇൻഫെക്ഷൻസ് സമർപ്പിച്ച് പ്രാർത്ഥിച്ചോളൂ. കർത്താവെ എൻ്റെ തൊണ്ടവേദന, സ്വരസംബന്ധമായ പ്രശ്നങ്ങളിലേക്ക് കർത്താവിൻ്റെ ശക്തി വെളിപ്പെടട്ടെ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയം തന്നെ കർത്താവ് വെളിപ്പെടട്ടെ. ഓ ദൈവമേ, അങ്ങയുടെ ശക്തി എൻ്റെ ശരീരത്തിലേക്ക് ഈ നിമിഷം തന്നെ വിശ്വസിച്ച് ഞാൻ ഏറ്റുപറയുന്നു. രണ്ട് കൈകളുടെ ബലക്കുറവ്, തോളറ്റം, അസ്ഥികളുടെ തേയ്മാനം, കൈക്കുഴ വേദന, ഒരു ഒപ്പിടാൻ പോലും പറ്റാത്ത വണ്ണം കൈക്കുള്ള വിറവല് എല്ലാം സമർപ്പിച്ചോ. കർത്താവെ ഈ സമയത്ത് തന്നെ എൻ്റെ ഈ ശരീരത്തിലേക്ക് അത്ഭുതകരമായ ശക്തി വെളിപ്പെടട്ടെ. ഈശോയെ ഈ പരിശുദ്ധ കുർബാനയുടെ ശക്തിയാണ് എൻ്റെ ഈ ശരീരത്തിൽ ഞാൻ അനുഭവിക്കുന്നത്. വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച് കീപ് യുവർ ബോത്ത് ഹാൻഡ്സ് ഓൺ യുവർ ചെസ്റ്റ്. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് നെഞ്ചിൻ്റെ വേദന, ശ്വാസം മുട്ട്, വിട്ടുമാറാത്ത ചുമ ഉള്ളവരുണ്ട്, ഉറക്കം കിട്ടാത്ത അവസ്ഥയുള്ളവരുണ്ട്, നെഞ്ചിലെന്തോ കയറ്റി വെച്ചതുപോലെ ഭാരം അനുഭവിക്കുന്നവരുണ്ടല്ലോ, സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഈശോയെ ഈ പ്രാർത്ഥനാ ശുശ്രൂഷ സമയത്ത് തന്നെ എൻ്റെ നെഞ്ചിലേക്ക് അങ്ങയുടെ ശക്തി വെളിപ്പെടട്ടെ. ഹാർട്ട് സംബന്ധമായ രോഗങ്ങൾ, ചെറുതും വലുതുമായ പല രോഗപീഠകൾ നമുക്കുണ്ടെന്ന് സമർപ്പിച്ച് കർത്താവെ എൻ്റെ ഹൃദയത്തെ സ്പർശിക്കണമേ. സമർപ്പിക്കുക. ലിവർ ഫങ്ഷൻസ്, കരള് രോഗങ്ങൾ, ആമാശയം സമർപ്പിക്കുന്നു. കിഡ്നി സമർപ്പിക്കുന്നു. നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും, ശ്വാസകോശം, ലങ്സ് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് കർത്താവെ എൻ്റെ ഈ ശ്വാസകോശത്തെ തൊട്ട് സൗഖ്യപ്പെടുത്തണമേ. നമ്മുടെ ദഹനേന്ദ്രിയം, വൻകുടൽ, ചെറുകുടൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ ഉദരം, വയറ് സംബന്ധമായ രോഗങ്ങൾ, ഉദര സംബന്ധമായ രോഗങ്ങൾ സമർപ്പിച്ചോളൂ. വയറ് വീർക്കുന്ന അവസ്ഥ, ഗ്യാസ് ട്രബിള്, നെഞ്ചെരിച്ചില്, എപ്പോഴും അസ്വസ്ഥത,
അടിവയറ് വേദന, ചില ഭക്ഷണം കഴിക്കുമ്പോൾ ഓക്കാനിക്കാൻ വരുന്ന പ്രവണത, ഛർദ്ദിക്കാനും വരുന്ന ടെൻഡൻസി ഉള്ളവരുണ്ട്, സമർപ്പിച്ച് പ്രാർത്ഥിച്ചേ. ചില ഭക്ഷണം കഴിക്കുമ്പോൾ ചില അലർജി രോഗങ്ങൾ പീഡിപ്പിക്കുന്നവരുണ്ട്, പ്രാർത്ഥിച്ചേ. കർത്താവെ, ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് തന്നെ കാണപ്പെടുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ ദൈവജനത്തിൽ സംഭവിക്കട്ടെ. ഓ കർത്താവെ, ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗപീഠകളുടെ മേൽ അധികാരമുള്ള കർത്താവെ, ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഓരോ വ്യക്തിയുടെ മേലും അത്ഭുതകരമായ സൗഖ്യം വെളിപ്പെടട്ടെ, അത്ഭുതകരമായ സൗഖ്യം വെളിപ്പെടട്ടെ. നടുവിൻ്റെ വേദന, പുറം വേദന, കുനിയാനോ നിവരാനോ പറ്റാത്ത വണ്ണം നീ അനുഭവിക്കുന്ന ശാരീരിക രോഗപീഠകൾ, ഏതെങ്കിലും വീഴ്ചയുടെ ഫലമായിട്ടൊക്കെ വന്നിട്ടുള്ള ചതവ് വേദന, കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾ അർപ്പിച്ച പരിശുദ്ധ ബലിയുടെ അനന്തയോഗ്യതയാൽ ഞങ്ങളിലേക്ക് അത്ഭുതകരമായൊരു സൗഖ്യത്തിൻ്റെ ശക്തി വെളിപ്പെടട്ടെ. ലൈംഗിക സംബന്ധമായ രോഗങ്ങൾ, ഗർഭാശയ സംബന്ധമായ രോഗങ്ങൾ, യൂറിനറി ഇൻഫെക്ഷൻസ്, പീരിയഡ് സംബന്ധമായ സ്ത്രീജന്യ രോഗങ്ങൾ സമർപ്പിക്കുക. പൈൽസ്, ബ്ലീഡിങ് രോഗങ്ങൾ, 2 കാല്, കാലിൻ്റെ ബലക്കുറവ്, മുട്ടിൻ്റെ വേദന, മുട്ടിന് തേയ്മാനം, മുട്ടുകുത്താൻ ബുദ്ധിമുട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ ഈ ശരീരത്തിലേക്ക് നിന്റെ ശക്തി വെളിപ്പെടട്ടെ. കർത്താവെ, ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയം തന്നെ ഓരോ വ്യക്തിയുടെ മേലും അത്ഭുതകരമായ ദൈവശക്തി വെളിപ്പെടട്ടെ. പ്രത്യേകിച്ച് കാലുകളിലേക്ക് അഭിഷേകം വെളിപ്പെടട്ടെ. വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ. നിന്റെ കാലുകളിലേക്ക് യേശുവിൻ്റെ ശക്തിയാണ് വെളിപ്പെടുന്നത്. വിശ്വസിച്ച് ഏറ്റെടുത്തോളൂ. ഈ മുട്ടിലേക്ക് കർത്താവിൻ്റെ ശക്തി നടക്കുമ്പോൾ വേച്ച് പോകുന്നത് പോലെ കാലിൻ്റെ വേദന, കാലിൽ നീര് വയ്ക്കുന്ന അവസ്ഥയുള്ളവരുണ്ട്, സമർപ്പിച്ചോളൂ. കർത്താവെ, എൻ്റെ ഈ കാലുകൾക്ക് ബലം നൽകണമേ. 2 കാലുകൾ, കാലിൻ്റെ കാൽപാദം, കാലിൽ നീര് വയ്ക്കുന്ന അവസ്ഥ, ചിലപ്പോൾ ഉപ്പൂറ്റിയിൽ വിണ്ടുമാറാതെ എപ്പോഴും വേദന വിട്ടുമാറാത്ത ചില വേദനകൾ, രോഗങ്ങളും, ഉപ്പൂറ്റി വിണ്ടുകീറുന്ന രോഗങ്ങൾ, കർത്താവെ, മസിൽ പെയിൻ, വേരിക്കോസ് വെയിൻ രോഗം, ഞരമ്പ് തടിക്കുന്ന രോഗപീഠകൾ, വല്ലാണ്ട് വേദനിക്കുന്ന അവസ്ഥയുള്ളവരുണ്ട്, സമർപ്പിച്ച് പ്രാർത്ഥിച്ചേ. കർത്താവെ, എൻ്റെ ഈ ശരീരത്തിലെ രോഗപീഠകളെ കർത്താവെ അങ്ങ് തൊട്ട് സുഖപ്പെടുത്തണമേ. ഇപ്പോൾ ഈ പ്രാർത്ഥനാ ശുശ്രൂഷ ഈ സമയത്ത് തന്നെ വലിയ സൗഖ്യത്തിൻ്റെ ആത്മാവ് ഞങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ. ഓ ദൈവത്തിൻ്റെ ആത്മാവ്, ഞങ്ങൾ വിശ്വസിക്കുന്നു. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിക്കാമോ? ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവർ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചോ. സ്വർഗത്തിലേക്കാണ് കരങ്ങൾ ഉയർത്തിയിരിക്കുന്നത്. ഉയർത്തിയ നമ്മുടെ കരങ്ങൾ ശൂന്യമാണ്. ഓ കർത്താവെ, ഈ കൈകളിലേക്ക്, എൻ്റെ ശരീരത്തിലേക്ക്, എൻ്റെ കാലുകളിലേക്ക് കർത്താവേ നിന്റെ ശക്തി വെളിപ്പെടണമേ. കർത്താവെ, രോഗഗ്രസ്തമായ ശരീരഭാഗങ്ങളിലേക്ക് നിന്റെ ശക്തി വെളിപ്പെടട്ടെ. ഓ കർത്താവെ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. 2 കരങ്ങളും ഉയർത്തി, സ്വരമുയർത്തി യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. എല്ലാവരും വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഓ ദൈവത്തിന്റെ ആത്മാവ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും അത്ഭുതകരമായൊരു സൗഖ്യം വെളിപ്പെടുത്തട്ടെ. ശരീരത്തിന്റെ നിയന്ത്രണം കർത്താവിന്റെ ശക്തി ഏറ്റെടുക്കട്ടെ. എല്ലാ രോഗങ്ങളെയും രോഗപീഠകളെയും കർത്താവ് ശാസിച്ച് പുറത്താക്കുന്നു. ഒരു വലിയ ദൈവശക്തി, ഉണർവിന്റെ ആത്മാവ്, ഉന്മേഷത്തിന്റെ ആത്മാവ് നിന്റെ മേൽ വെളിപ്പെടുന്ന സമയമാണ്. ഓ കർത്താവെ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു ദൈവശക്തി വെളിപ്പെടട്ടെ. ഉണർവിന്റെ ആത്മാവ് ഈ ദൈവജനത്തിന്റെ മേൽ അതിശക്തമായിട്ട് വെളിപ്പെടട്ടെ. എല്ലാ കെട്ടുകളും അഴിയട്ടെ. ഒരു പുതിയ ശക്തി വെളിപ്പെടട്ടെ. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി യേശുവേ വിളിക്കട്ടെ. പോരാ, വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിന്റെ ശക്തിയാണ് നിന്റെ ശരീരത്തിന്റെ നിയന്ത്രണം മുഴുവൻ ഏറ്റെടുക്കുന്നു. യേശു നിന്റെ ശരീരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നു. സഹോദര സഹോദരി, വിശ്വസിക്കൂ. എന്റെ ശരീരം യേശുവിന്റെ ശരീരമാണ്. എന്റെ ശരീരത്തിന്റെ അധികാരം യേശുവിനാണ്. രോഗങ്ങൾക്ക്, രോഗപീഠകൾക്കും എന്റെ ശരീരത്തിൽ അധികാരമില്ല. ഓ ദൈവത്തിന്റെ ശക്തി എന്റെ ശരീരത്തിലേക്ക് വെളിപ്പെടട്ടെ. കിടപ്പ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന കിടപ്പ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്റെ സഹോദര സഹോദരി, എത്ര വർഷം പഴക്കമുള്ളതാണെങ്കിലും ഇതാ യേശു നിന്നെ തൊട്ട് സൗഖ്യപ്പെടുത്തുന്നു. 38 വർഷമായി ബെത്സൈദ കുളക്കരയിൽ രോഗിയായിട്ട് കടന്നിരുന്ന രോഗിയെ യേശു തൊട്ടെങ്കിൽ ഇതാ നിന്നിലേക്ക് ശക്തി വെളിപ്പെടുന്നു. 12 വർഷമായി രക്തസ്രാവം മൂലം അസ്വസ്ഥയായിരുന്ന രോഗിക്ക് സൗഖ്യം നൽകിയ കർത്താവ് നിന്റെ പക്കലേക്ക് കടന്നു വരുന്നു. 18 വർഷമായി നിവർന്നു നിൽക്കാൻ കഴിവില്ലാതെ കൂനിപ്പോയ വ്യക്തിയെ യേശു പിടിച്ചു നിർത്തിയെങ്കിൽ ഇതാ നിന്റെ പക്കലേക്ക് യേശു കടന്നു വരുന്നു. കരങ്ങൾ ഉയർത്തി വിളിക്കട്ടെ, ഈശോയേ.
mighty power, the mighty anointing. സംഭവിക്കട്ടെ. കൈയടിച്ചേ, നന്നായിട്ട് കൈയടിച്ചേ. കണ്ണടച്ച് കൈയടിച്ചോ. Close your eyes and give a mighty clap. ശരീരത്തിലേക്ക് ഒരു അഭിഷേകം വെളിപ്പെടട്ടെ. പോരാ, നല്ല കൈയടി. യെസ്, വിശ്വസിക്കൂ സഹോദരി, വിശ്വസിക്കൂ. എന്റെ ശരീരത്തിന്റെ നിയന്ത്രണം യേശുവിനാണ്. യെസ്, the mighty power of Jesus upon my body. ക്ഷീണമുള്ളവരൊക്കെ വിശ്വസിക്കൂ, ഭാരമുള്ളവർ വിശ്വസിക്കൂ. ഏത് രോഗപീഠയുടെ നടുവിൽ കർത്താവ് നിന്നെ തൊടുന്നു. വർഷങ്ങൾ പഴക്കമുള്ള രോഗപീഠകൾ, പാരമ്പര്യ രോഗപീഠകൾ, ക്യാൻസർ മുതലായിട്ടുള്ള അനേക സീരിയസ് ആയിട്ടുള്ള രോഗപീഠകളുടെ നടുവിൽ യേശു നിന്നെ തൊടുന്നു. വിശ്വസിച്ചു. ദൈവത്തിന്റെ ശക്തി, പരിശുദ്ധാത്മശക്തി അഗ്നിനാവുകളായി പടരുന്നു. ദൈവത്തിന്റെ ശക്തി, പരിശുദ്ധാത്മശക്തി അഗ്നിനാവുകളായി പടരുന്നു. പഠിക്കേ. ദൈവത്തിന്റെ ശക്തി പൊട്ടിത്തകരുന്നു. ശാപത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴുന്നു. പാപത്തിന്റെ കെട്ടുകൾ പൊട്ടിത്തകരുന്നു. ശാപത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴുന്നു. ഈ ജനത്തിന്റെ ഇടയിൽ ദൈവാത്മാവ് വരുമ്പോൾ താഴ്ന്ന കൈകൾ മുട്ടുകളെല്ലാം ശക്തി പ്രാപിക്കുന്നു. വരണ്ടു വന്തിയ ഹൃദയത്തിൽ പുതുജീവൻ നിറയുന്നു. ഒരു കുളിപ്പെന്നലായി എന്റെ ഗതാരീതിൽ പുതുജീവൻ തരും ദൈവ സാന്നിധ്യമേ. റുഹായേ കാറ്റായി വാ, റുഹായേ തിനാവായി വാ, റുഹായേ വെൺപ്രാവായി വാ, റുഹാ എന്നിൽ നീ നിറവായി വാ. വിളിക്കട്ടെ. റുഹായേ കാറ്റായി വാ, റുഹായേ തിനാവായി വാ, റുഹായേ വെൺപ്രാവായി വാ, റുഹാ എന്നിൽ നീ നിറവായി വാ. രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ചൊരൊറ്റ വിളി ഈശോയേ. കൈയടിച്ചേ, നന്നായിട്ട് കൈയടിച്ചേ. കർത്താവ് ഈ ശുശ്രൂഷ സമയത്ത് ഇതാ ഹന്നമ്പളം തെളിച്ച് വെഞ്ചരിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗപീഠകളിലൂടെ കടന്നു പോകുന്ന ഓരോ വ്യക്തിയുടെ മേലും അത്ഭുതകരമായ ഒരു സൗഖ്യത്തിന്റെ വെളിപ്പെടുത്തൽ സംഭവിക്കട്ടെ. ഓൺലൈനിൽ പങ്കെടുക്കുന്ന സകലരുടെ മേലും ശാരീരിക മാനസിക രോഗപീഠകളുടെ മേൽ കർത്താവിന്റെ വലിയൊരു വെളിപ്പെടുത്തൽ സംഭവിക്കപ്പെടട്ടെ. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവെ, ഓരോ വ്യക്തിയുടെ ശരീരത്തിലേക്ക് വലിയൊരു വിടുതൽ സംഭവിക്കട്ടെ. കാലങ്ങളായിട്ട് ശരീരത്തിൽ പീഡിപ്പിക്കുന്ന തിന്മയുടെ നാരിക ശക്തികളെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവെ, നൽകപ്പെട്ടിരിക്കുന്ന അഭിഷേക ശക്തിയാൽ യോഹന്നാന്റെ സുവിശേഷം 20-23 തിരുവചനത്തിന്റെ അത്ഭുത ശക്തിയാൽ ഇതാ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ലൂക്കാ സുവിശേഷം 10-19 തിരുവചനത്തിന്റെ ശക്തിയാൽ ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല തിന്മകളുടെ മേലെ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങളെ തൊടുകയില്ല. ഈ വചനത്തിന്റെ ശക്തിയാൽ ഇതാ ഈ ദൈവജനത്തെ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനം 91 അഭിഷേകം ഓരോ വ്യക്തിയുടെ മേൽ ഈ സമയത്ത് വെളിപ്പെടട്ടെ. നന്നായിട്ട് കൈയടിച്ചേ. നമ്മളെ തെളിച്ച് വെഞ്ചരിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. ആമേൻ, ആമേൻ. ദൈവത്തിന്റെ ശക്തി, പരിശുദ്ധാത്മശക്തി അഗ്നിനാവുകളായി പടരുന്നു. 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 പാപത്തിന്റെ കെട്ടുകൾ പൊട്ടിത്തകരുന്നു. ശാപത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴുന്നു. 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 ഈ ജനത്തിന്റെ ഇടയിൽ ദൈവാത്മാവ് വരുമ്പോൾ താഴ്ന്ന കൈകൾ മുട്ടുകളെല്ലാം ശക്തി പ്രാപിക്കുന്നു. വരണ്ടു വത്തിയ ഹൃദയത്തിൽ പുതുജീവൻ നിറയുന്നു. ഒരു കുളിപ്പെന്നലായി എന്നകതാരിവിൽ പുതുജീവൻ തരും ദൈവ സാന്നിധ്യമേ. റുഹായേ കാറ്റായി വാ,
റുഹായേ നിനാവായി വാ റുഹായേ വെപ്രാവായി വാ റുഹായേ നിറവായി വാ സർവ്വയർത്തി റുഹായേ നീ കാറ്റായി വാ റുഹായേ നിനാവായി വാ റുഹായേ വെപ്രാവായി വാ റുഹായേ നിറവായി വാ ദൈവത്തിന്റെ ശക്തി പരിശുദ്ധാത്മശക്തി അഗ്നിനാവുകളായി പടരുന്നു ദൈവത്തിന്റെ ശക്തി പരിശുദ്ധാത്മശക്തി അഗ്നിനാവുകളായി പടരുന്നു പാപത്തിന്റെ കെട്ടുകൾ പൊട്ടിത്തകരുന്നു ശാപത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴുന്നു പാപത്തിന്റെ കെട്ടുകൾ പൊട്ടിത്തകരുന്നു ശാപത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴുന്നു ഈ ജനത്തിന്റെ ഇടയിൽ ദൈവാത്മാവ് വരുമ്പോൾ തളർന്ന കൈകൾ മുട്ടുകളെല്ലാം ശക്തി പ്രാപിക്കുന്നു വരണ്ടു വത്തിയ ഹൃദയത്തിൽ പുതുജീവൻ നിറയുന്നു ഒരു കുളിർത്തെന്നലായി എന്നകതാരിൽ പുതുജീവൻ തരും ദൈവ സാന്നിധ്യമേ റുഹായേ നീ കാറ്റായി വാ റുഹായേ നീ നാവായി വാ റുഹായേ വെപ്രാവായി വാ റുഹായേ നീ നിറവായി വാ റുഹായേ നീ കാറ്റായി വാ റുഹായേ നീ നാവായി വാ റുഹായേ വെപ്രാവായി വാ റുഹായേ നീ നിറവായി വാ റുഹായേ നീ കാറ്റായി വാ റുഹായേ നീ നാവായി വാ റുഹായേ വെപ്രാവായി വാ റുഹായേ നീ നിറവായി വാ രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച് രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഒരൊറ്റ വിളി എന്റെ ഈശോ വിളിക്കട്ടെ 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 ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണുകളടച്ച് വിശ്വസിക്കൂ യേശുവിന്റെ ശക്തി എൻ്റെ മേൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുന്നു യെസ് the mighty power of Jesus upon my body it is happening ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് നീ ആരുമായിക്കൊള്ളട്ടെ നിന്റെ ജീവിതാവസ്ഥ എന്തുമായിക്കൊള്ളട്ടെ നീ വിശ്വസിക്കൂ വിശ്വസിക്കുന്ന ഓരോരുത്തർക്കും ഇത് അനുഭവിക്കാൻ പറ്റും ഓൺലൈനൊക്കെ പങ്കെടുക്കുന്ന അനേകരെ കർത്താവ് സ്പർശിക്കുന്ന സമയമാണ് അത്ഭുതകരമായ ദൈവശക്തി നിന്റെ മേൽ വെളിപ്പെടുന്ന സമയമാണ് മറ്റൊരു കാര്യത്തിലേക്കും പോകാതെ ഏകാഗ്രതയോടുകൂടെ നന്ദി പറഞ്ഞങ്ങോട്ട് പ്രാർത്ഥിച്ചോണം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന ഇപ്രകാരം ഒരു ശുശ്രൂഷയ്ക്ക് കർത്താവെ എന്നെ ഇപ്പോൾ ഈ കൂട്ടായ്മയിൽ ചേർത്ത് നിർത്തിയല്ലോ കർത്താവെ നന്ദി കർത്താവെ നന്ദി പാപിയും ബലഹീനനുമായ എന്നെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവെ തെരഞ്ഞെടുത്ത് കൂട്ടായ്മയിൽ ചേർത്ത് നിർത്തിയല്ലോ കർത്താവെ നന്ദി ഓരോ വ്യക്തിയും ഉള്ളിൻ്റെ ഉള്ളിൽ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക യേശുവിൻ്റെ ശക്തി നിന്റെ മേൽ വെളിപ്പെടുന്ന സമയമല്ലേ ആഗ്രഹിക്കണം കർത്താവേ ഈ ശക്തി എൻ്റെ മേൽ അത്ഭുതകരമായിട്ട് വെളിപ്പെടണം എൻ്റെ കൺമുമ്പിൽ എനിക്ക് അനുഭവിക്കാൻ പറ്റണം കർത്താവേ എൻ്റെ കർത്താവേ ഈ ശുശ്രൂഷ സമയത്ത് അഭിഷേകത്തിൻ്റെ ശക്തി ഈ കൂടാരത്തിൽ വെളിപ്പെടണം കർത്താവെ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ കൺവെട്ടത്ത് കർത്താവെ അനുഭവിക്കണം എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന അടയാളങ്ങളും അത്ഭുതങ്ങളും നൽകി എൻ്റെ വിശ്വാസത്തെ വെളിപ്പെടുത്താൻ കർത്താവേ ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് കൂടെ നിൽക്കണം റുഹായേ നീ കാറ്റായി വരണമേ റുഹായേ നീ കാറ്റായി വാ റുഹായേ നീ നാവായി വാ റുഹായേ വെപ്രാവായി വാ റുഹായേ നിറവായി വാ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി റുഹായേ റുഹായേ നീ കാറ്റായി വാ സംഭവിക്കട്ടെ സംഭവിക്കട്ടെ നീ നാവായി വാ Yes, the Lord. റുഹായേ വെപ്രാവായി വാ റുഹായേ നിറവായി വാ കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചോ ഇന്ന് ഈ വലിയൊരു സൗഖ്യ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി
വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മീയ ബോധ്യം. ഈ ശുശ്രൂഷ സമയത്ത് കർത്താവ് നിനക്ക് പകരാൻ പോകുന്ന സമയമാണ്. കർത്താവിന്റെ ശക്തി ഞാൻ അനുഭവിക്കണം, ആഗ്രഹിക്കണം. വെറുതെ പ്രാർത്ഥിച്ചാൽ പോരാ, വില കൊടുത്ത് പ്രാർത്ഥിക്കണം, ത്യാഗം കൊടുക്കണം, കഷ്ടപ്പെടാൻ തയ്യാറാവണം, വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. ഈ സമയത്ത് നമുക്ക് സംരക്ഷണ പ്രാർത്ഥന, വിശുദ്ധ മിഖായേലിനോടുള്ള സംരക്ഷണ പ്രാർത്ഥന ഞാൻ ചൊല്ലിത്തരാം. ഒച്ചത്തിൽ ഏറ്റു ചൊല്ലണം കേട്ടോ. ഇറ്റ് ഈസ് എ ഡെലിവറൻസ് പ്രയർ, ഡെലിവറൻസ് പ്രാർത്ഥനയാണ്. ഓൺലൈനൊക്കെ പങ്കെടുക്കുന്നവരും നിങ്ങൾ വിശ്വസിച്ച് ഈ ഡെലിവറൻസ് പ്രാർത്ഥന ചൊല്ലിയാലുണ്ടല്ലോ, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ കാര്യം അവിടെ സംഭവിക്കും. ഡെലിവറൻസിന്റെ വലിയ സംരക്ഷണ പ്രാർത്ഥനയാണ്. ഉച്ചത്തിൽ ഏറ്റുചൊല്ലാം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലേ, നല്ല ഒച്ചത്തിൽ ചൊല്ലിക്കണം കേട്ടോ, നല്ല ഒച്ചത്തിൽ ചൊല്ലിക്കും. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലേ, സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭോ, ദുരാത്മാക്കളുടെ യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിന്റെ ക്രൂരകരങ്ങളിൽ നിന്നും രക്ഷിക്കുവാൻ വരേണമേ. കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ. ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിമപ്പെടുത്തുവാൻ സമാധാനദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സാത്താൻ ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരുസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ. കർത്താവിന്റെ കരുണ വേഗം ഞങ്ങളുടെ മേൽ ഉണ്ടാവുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്യുന്നതന്റെ മുമ്പിൽ സമർപ്പിക്കണമേ. ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവന്റെ കൂട്ടുകാരെയും പിടിച്ചു കെട്ടി പാതാളത്തിൽ തള്ളി താഴ്ത്തണമേ. അവൻ ഒരിക്കലും ഞങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ, 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 വഴിതെറ്റിക്കാതിരിക്കട്ടെ. ആമേൻ, 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 ആമേൻ. കരങ്ങൾ കൂപ്പി പരിശുദ്ധ അമ്മയുടെ വലിയൊരു മാധ്യസ്ഥം തേടണം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.